വീണ്ടും സാർ ഈ ടൈറ്റിലേക്ക് വന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാട്ടിൽ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. സാറും റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ ഓണം കാലഘട്ടത്തിലൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് അത് വരുന്നു, പുതിയ കാലത്തിലേക്ക് അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നതിനോടൊപ്പം സാറിനോട് ചോദിക്കുകയാണ്, ഇത്രയേറെ സിറ്റുവേഷൻസിന് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ സാറിൻ്റെ മനസ്സിൽ ഇതുവരെയും കിട്ടാത്തത് കൊണ്ട് കമ്പോസ് ചെയ്യാൻ പറ്റാതെ പോയ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒക്കെ വരികയാണെങ്കിൽ അതുമായി വരാലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും സാറിൻ്റെ അടുത്തേക്ക് എത്താത്തൊരു സിറ്റുവേഷൻ, പാട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇതിന് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇതുവരെയും വന്നില്ലല്ലോ എന്ന് സാർ എപ്പോഴെങ്കിലും, കാരണം ഒരുപാട് വായിക്കുന്ന അല്ല അങ്ങനെ കാത്തിരിപ്പില്ല, വരുന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ സിറ്റുവേഷൻസ് വരാതിരിക്കുക അല്ലെങ്കിൽ വന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നാറില്ല. ഒരു പർട്ടിക്കുലർ കഥയും ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും എയിലേക്ക് പോകാൻ തോന്നും. ഭാവി പുതിയ കാലഘട്ടം പുതിയ ഈണങ്ങളിലേക്ക് വരുമ്പോൾ ഒരു അടുത്തൊരു 5 വർഷത്തിൽ മലയാള സിനിമാ സംഗീതത്തിൽ സാറ് കാണുന്ന ഒരു മാറ്റം, ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പരിമിതമാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, എങ്കിൽ കൂടിയും സാറിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കാം? AI ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന അത്ഭുതങ്ങളുടെ നാളുകളായിരിക്കും. ഈ AI ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ അങ്ങനെ ഒരു ഐഡിയ? ഇപ്പൊ കൊടുത്ത അപ്പൊ കിട്ടുമോ? ഇല്ല, ഇപ്പൊ കൊടുത്ത ഇപ്പൊ തന്നെ കിട്ടും. അത് കറക്റ്റാ. അതേപോലെ വൺ ലൈൻസ് ഉണ്ടോ ഇനി എന്ത് എന്നുള്ളതിന്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് AI എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ ഈ നമ്മളുടെ ജീവിതം ജനസഞ്ചയം ജീവിച്ചല്ലോ, അതിൻ്റെ ഒരു ആകെത്തുകയായ ബുദ്ധിയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിർമ്മിത ബുദ്ധി ശരിക്കും ബിഹേവ് ചെയ്യുന്നത്. എൻ്റെയും താങ്കളുടെയും ഇവരുടെയും അവരുടെയും എല്ലാവരുടെയും ബിഹേവിയർ, ബുദ്ധി, എങ്ങനെ റിഫ്ലക്സുകൾ, ഇതെല്ലാം എല്ലാം ഫീഡ് ചെയ്യപ്പെടുകയും അത് റാൻഡംലി ഈ നിർമ്മിത ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് തന്നെ സ്വാതന്ത്ര്യം കൊടുത്ത് പെരുമാറാനുള്ള ബുദ്ധി അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിർമ്മിത ബുദ്ധി ആക്ടിവേറ്റ്. ഇത് ഏത് ബുദ്ധി ആണ് ഇതിൻ്റെ ഉറവിടം, ഇത് ആരാണ് ഇയാളുടെ അച്ഛനോ അമ്മയോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് സ്വന്തമായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ബട്ട് അതിൻ്റെ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ റഫീഖേട്ടൻ്റെ ഒരു കവിതയുണ്ട്, റഫീഖിൻ്റെ ഒരു ഹൈക്കു കവിത കേൾക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ കേൾക്കണ്ടാവോ? കേൾക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുക. റഫീഖ് കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. അതായത് വണ്ടില്ലേ, വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് മനോഹരമായൊരു പാട്ട് മാത്രം എന്നാണ്. 2 വരിയേ ഉള്ളൂ. വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് ഹൃദ്യമായൊരു പാട്ട് മാത്രം. ആര് പറയുന്നതാണ് ഇത്? ആര് പറയുന്നതാണ്? ഹു ഈസ് ടെല്ലിങ് ഇത്? വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് ഹൃദ്യമായൊരു പാട്ട് മാത്രം. പൂക്കളോ? ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ കൂട് കൂട്ടിയ വണ്ടാണോ? ഇല്ല, പറയൂ, നമുക്ക് നോക്കാം. കുറച്ച് ആലോചിച്ചാൽ കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ, പുല്ലാങ്കുഴലാണ്. മുളന്തണ്ടാണ് പറയുന്നത്, മുളന്തണ്ടാണ് പറയുന്നത്. വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് ഹൃദ്യമായൊരു പാട്ട് മാത്രം. ഈ കാറ്റിങ്ങനെ അടിക്കുമ്പോഴേ ഒരു മൂളക്കം വരുമല്ലോ, അതിനു വേണ്ടിയാണ് ഈ തുളച്ചത്. പക്ഷെ നീ എന്നെ തുളച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്തരം ഒരു ചിന്ത AIക്ക് വരണമെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും അല്ലേ?
അത് ഇത് ഇത്തരം ചിന്തകളുടെ അനിയൻ ആയിരിക്കും AI കൊടുക്കുക. കാരണം ഇതും കൂടി പോകണം അവർക്ക്. അല്ലെങ്കിൽ ജന്മങ്ങൾക്കപ്പുറമെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം എന്ന് ഒരു AI എന്നാണ് എഴുതാൻ പറ്റുക എന്ന് ഞാൻ ആശ്ചര്യപ്പെടും. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ അപ്പുറത്ത് ഒരു ബുദ്ധിയുമില്ല. അത് ചിലപ്പോൾ അതിനൊരു അടുക്കും ചിട്ടയുണ്ടാവും അല്ലേ. ഞാനിപ്പോൾ ഇന്ന് എന്താ കാലത്ത് കഴിച്ചതെന്ന് ഞാൻ കുറച്ച് ആലോചിക്കേണ്ടി വരും. പക്ഷെ നിർമ്മിത ബുദ്ധിക്ക് അത് ആവശ്യമില്ല. കാരണം നിർമ്മിത ബുദ്ധി എറേഴ്സ് വരുത്തില്ല. നമ്മൾ എറേഴ്സ് വരുത്തും, ഒരുപാട് എറേഴ്സ് വരുന്നത് നമ്മളുടെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ പേരിലോ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിന് തെറ്റുകൾ വരില്ല. സോ AI can better be a manager or a secretary or or an administrator, even a prime minister or a president. Not an artist. May not be. അറിഞ്ഞൂടാ, അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പം തന്നെ ഇപ്പം പോലും നമ്മൾ ഇപ്പോൾ സാഡ് സിറ്റുവേഷൻ C minor ടെമ്പോ 100 ഫീമെയിൽ എന്ന് കൊടുത്താൽ ഒരു പാട്ടിൻ്റെ ഈണം AI ഇപ്പോൾ തരുന്നുണ്ട്. ഒരു ഈണം തരും, ഒരു ട്യൂൺ തരും, സാഡ് സോങ് ട്യൂൺ തരും. അത് തരുന്നുണ്ട്. ഒന്നല്ല, ഇനി വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ വേണോ? ഇതല്ല, വേറൊരു ടെമ്പോയിൽ വേണമെങ്കിൽ പിടിച്ചോ, 120 നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വേറെ ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. ബട്ട് യുണീക്ക് ആകുക എന്ന് പറയുന്നത് എയുടെ കാര്യത്തിൽ യുണീക്നെസ്സിന് പോലും ഒരു റാൻഡംനെസ് ഉണ്ട്, ഒരു പ്രോബിലിറ്റീസിൻ്റെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള യൂണിക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള ഒറിജിനാലിറ്റി എവിടെയോ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു ഒറിജിനാലിറ്റി സാർ പറഞ്ഞ പോലെ വരികളിൽ മാത്രമല്ല, മ്യൂസിക്കിലും ഹ്യൂമൻ ഇമോഷൻസിൽ നിന്ന് വരുന്ന മ്യൂസിക്, സാറിൻ്റെ മ്യൂസിക്കിലെ ഓരോന്നിനെ പോലെയുള്ളവ എന്തായാലും AI സൃഷ്ടിച്ചെടുക്കുമ്പോഴത്തേക്കും കാലം കുറേ മുന്നോട്ട് പോകും പറ്റുകയാണെങ്കിൽ. അപ്പോൾ MC മാം പറഞ്ഞത് നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഇനി ഒരു ചോദ്യത്തിനും ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പാട്ടുകൾക്കും മാത്രമേ ഇനി സമയമുള്ളൂ എന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യം എവിടെ നിന്നാണ് വരുന്നത്? അവിടെ ആദ്യം കൈ പൊക്കി. ഐ എം സോറി. നമസ്കാരം സാർ. ഒരു കലയ്ക്ക് പരിമിതികൾ ഉള്ളപ്പോഴാണ് അത് കൂടുതൽ സൗന്ദര്യാത്മകമാകുമെന്ന് സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരിമിതിക്കകത്തു കൊണ്ട് നിന്ന് തന്നെ കമ്പോസ് ചെയ്ത ഒരു ഗാനം ഏതാ? എല്ലാ ഗാനവും പരിമിതിക്കകത്ത് നിന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഫ്രെയിം അല്ലേ, ശരി ഇരിക്കും. അല്ല, ഞാൻ ഇതായിട്ട് പറയല്ല, പരിമിതി എന്നുള്ളത് നമുക്ക് വേണം അല്ലേ. പരിമിതി ഇല്ലാതെ നമുക്ക് ഒരു സൃഷ്ടിയും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സൃഷ്ടിക്ക് പോലും 2 കൈയല്ലേ ഉള്ളൂ അല്ലേ. അതെ, ഒരു പരിമിതിയാണ് അങ്ങനെ ആലോചിച്ചാൽ. പക്ഷേ അത് പരിമിതിയാണോ? കാരണം ഒരു ഒപ്റ്റിമം ഡിസൈനാണത് അല്ലേ. വിരലിങ്ങനെ ഈ വിരലിങ്ങനെ കുറച്ച് താഴെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അതുപോലെ സൃഷ്ടിക്ക് ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഫ്രെയിം കൊടുത്താലല്ലേ പെയിൻറ്റർ വരയ്ക്കാൻ പറ്റുള്ളൂ അതിൽ അല്ലേ. അതിനൊരു അതിർവരമ്പ് ഉണ്ടാകും. ഈ അതിർവരമ്പില്ല എന്ന് കാണിക്കാൻ ചില ആർട്ടിസ്റ്റുകൾ വേറൊരു പണി ചെയ്യും. എന്താ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫ്രെയിം വരയ്ക്കുകയും അതിൽ നിന്ന് ചാടിപ്പോകുന്ന ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യും. സോ അതൊരു സിംബലൈസേഷനാണ്. അപ്പോഴും അതിനൊരു ഫ്രെയിമുണ്ട്. നമ്മളുടെ ചിന്തകൾക്ക് ഫ്രെയിമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സൃഷ്ടിക്ക് ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു പാട്ടിൽ പറയാൻ പറ്റില്ല. ഒരു കാര്യം, ചിലപ്പോൾ 2 കാര്യം അല്ലേ, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഫ്രെയിം. അതിലില്ലാത്ത ഇപ്പോൾ രാഗത്തിന് ഫ്രെയിമുണ്ട്. രാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഗ, വെതർ ഹിന്ദുസ്ഥാനി ആയാലും കർണാട്ടിക് മ്യൂസിക് ആയാലും നിങ്ങൾക്ക് ഇപ്പോൾ ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവാം. രാഗം, പിന്നെ രാഗം ഇപ്പോൾ സരിഗമ പദ നിസ സനിധ മഗരിസ മായാമാളവ ഗൗള എന്ന് പറയുന്ന സരിഗമ പദ നിസ സനിധ. പോയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? പോയതായിട്ട് തോന്നുന്നുണ്ടോ? സനിധപമപദനി സരി ഗരി സനിധപമപദനിധ പോയി. നമുക്ക് അലട്ടും. ആ ധാ വേറെ ധാ പാടിയാൽ നമുക്ക് തെറ്റി, കാരണം ഫ്രെയിമിന് പുറത്തു പോയി. സോ എല്ലാത്തിനും ഫ്രെയിമാണ് നമ്മളുടെ ആസ്വാദ്യതയും. നേരത്തെ പറഞ്ഞ ക്ലോക്ക്,
ബ്രെയിനിൻ്റെ ഇൻറ്റേർണൽ ക്ലോക്കിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഇൻഫിനിറ്റിക്ക് പോലും ഈ ഇൻഫിനിറ്റി ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫിനിറ്റി ഈ വട്ടത്തിനുണ്ട്. വട്ടം നിലയ്ക്കുന്നില്ലല്ലോ. നിലയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു മ്യൂസീഷ്യനോട് പറഞ്ഞപ്പോൾ ഈ ഫോക്ക് ഡാൻസേഴ്സ് പലപ്പോഴും ഡാൻസിങ്, ട്രൈബൽ ഡാൻസ് പലപ്പോഴും വട്ടത്തിൽ നിന്നാണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് നേതാവില്ല. നിരന്ന് നിന്നാലും നടുക്ക് നിൽക്കുന്ന ആൾ നേതാവ്. നമുക്കൊരു ധാരണ വരില്ലേ, നടുക്ക് നിൽക്കുന്ന ആൾ ലീഡർ. വട്ടത്തിൽ നിന്നാൽ ആരാണ് ലീഡർ? ആരുമല്ല. എന്നാൽ എല്ലാവരും ലീഡേഴ്സാണ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു ഇതുണ്ട്. അത് ഇൻഫിനിറ്റാണ്, അതിന് അറ്റമില്ല, അതിങ്ങനെ വളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം. എന്നാലും അതൊരു ഫ്രെയിമല്ലേ, വട്ടം അല്ലേ, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്ത് എന്നുള്ളൊരിതല്ലേ. അപ്പോൾ അത്തരം ഫ്രെയിമിന് ഒരേ സമയം ഇൻഫിനിറ്റ് ആകാനും പറ്റും, മറ്റൊരു സമയം ആ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത് എന്തിന് പുറത്ത് പോകരുത്, എന്തിനെ പുറത്ത് പോകാം എന്ന് പറയുന്നൊരു ഫ്രെയിം നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കൈ കൂടി പൊങ്ങിയിരുന്നു. നിങ്ങളുടെ തന്നെ ഇവന്റ് ആണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി എടുക്കാമല്ലോ അല്ലേ? ഓക്കെ, യെസ് പ്ലീസ്. ഈ എന്താണ് എയുടെ വരവോടുകൂടി ഭൂരിഭാഗം ഇപ്പോൾ കറൻ്റ്ലി സിനിമയിലേക്ക് കയറാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും, സംഗീതത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് AI. അപ്പോൾ അതിൽ നിന്നൊരു ക്ലാസിക് ഫോം ചെയ്തെടുക്കാൻ സാധിക്കുമോ? അതെച്ചാൽ കാലാതീതമായിട്ട് നിലനിന്ന് പോകുന്നൊരു അത് ഇപ്പോൾ അതിന് ഉത്തരം എന്താണ് ഞാൻ പറയുക? AI എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മളുടെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? നമ്മളുടെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റേതോ ഒരു ഉപാധിയിൽ നിന്ന് സൃഷ്ടി നമ്മൾ എടുക്കുകയല്ലേ ചെയ്യുന്നത്. സോ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും അത് യുണീക്കുമായിരിക്കണം, ഒറിജിനലുമായിരിക്കണം അല്ലേ? സത്യജിത്രയുടെ മൂവി അല്ലെങ്കിൽ സ്കോർസസിയുടെയോ അല്ലെങ്കിൽ പസോളിനിയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നോളൻ്റെയോ ഒക്കെ മൂവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ അണുബോംബിൻ്റെ പടം വന്നില്ലേ, ഓപ്പൻഹൈമർ. അദ്ദേഹം സിനിമ പുതിയതാണ്, അതിൻ്റെ സങ്കേതം വരെ പുതിയത്. ഫിലിമിലാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത് അല്ലേ? ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഫിലിം അതിനുവേണ്ടി ഏതോ കമ്പനി, കൊഡാക്ക, ഫ്യൂജ്, ഏതോ ഒരു കമ്പനി അത് ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടി. ഫിലിം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ് നെക്സ്റ്റ് ഈ ഫിലിം എന്ന് പറയുന്നത് ഈ അനലോഗായിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഫിലിമിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഡിജിറ്റലിനേക്കാൾ കൂടുതൽ എന്തോ ഒരു മാജിക് അതിൽ സംഭവിക്കുന്നുണ്ടെന്ന് അവർ ടേപ്പിൽ റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പണ്ട് ടേപ്പിലല്ലേ, കാസറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പിൽ റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. റഹ്മാനൊക്കെ ഡിജിറ്റലിൽ റെക്കോർഡ് ചെയ്തിട്ട് D2A കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. D2A കൺവേർഷനിൽ ടേപ്പിലൂടെ ഓടിച്ചിട്ടാണ് മാസ്റ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൂടി നടക്കുന്ന കാലത്ത് ഈ ഒരു കൺസോർഷ്യം ഓഫ് വേരിയസ് ഐഡിയാസാണ് ശരിക്കും പറഞ്ഞാൽ AI എന്ന് പറയുന്നത്. അത് എടുത്തിട്ട് ഒറിജിനൽ അപ്പോൾ തന്നെ അല്ലാതെ മറ്റേതൊക്കെയോ ഡേറ്റയുടെ എവിടെ നിന്നൊക്കെയോ എടുത്ത കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അത് ഒറിജിനാലിറ്റി, അതിൽ ഇനി എന്നാണ് ഒറിജിനൽ ആകുക എന്നുള്ളത് നോക്കിയിട്ടായിരിക്കാം നമുക്ക് ഇതിൻ്റെ ഉത്തരം തന്നെ പറയാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അപ്പോൾ 2 പാട്ടിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിലൊന്ന് ആകാശമായവളെ, രണ്ടാമത്തേത് അകലെ ഒരു കാടിൻ്റെ. അപ്പോൾ സാറിന് ഇഷ്ടമുള്ള ഓർഡറിൽ ആ 2ഉം കൂടി പാടണം എന്നാണ് അവിടുന്ന് എനിക്ക് കിട്ടിയ ഓർഡർ. സാറേ ഒരു റിക്വസ്റ്റും കൂടെ, ആ ചെമ്പാവ് പാടിത്തരുമോ? റിക്വസ്റ്റാണ്, നോക്കാം. പൊൻവേണുവിൽ പാട്ടു തേടും പൂന്തെന്നലിൻ പ്രണയമുണ്ടോ, ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, വേർപെട്ടു പോകാതെ പ്രാണനെ കാക്കുന്ന
സ്വച്ഛമാം വായു പ്രവാഹമുണ്ടോ? അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ? ഒന്ന് ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്ത രാമഴയിൽ ചൂട്ടുമേരിഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. ചെമ്പാവ് ഒരു ഒരു പെൺകുട്ടി പാടിയാലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ കൂടാം. അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയാൽ. തനദിന്ന താനാദിന്ന താനാദിന്ന തിന്തിന്നോ, തനദിന്ന താനാദിന്ന താനാദിന്ന തിന്തിന്നോ, തനദിന്ന താനാദിന്ന താനാദിന്ന തിന്തിന്നോ, തനദിന്ന താനാദിന്ന താനാദിന്ന തിന്തിന്നോ. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, ഉളച്ചൊരു വരി മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെറുകണ്ണിൻ ഇടങ്കണ്ണ് തുടിച്ചോവളേ. തനതിന്ന 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 താനാതിന്ന താനാതിന്ന തെന്തിന്നോ, തനതിന്ന താനാതിന്ന താനാതിൻ. വരിക്കപ്പൻ ചക്കേടെ മടല് കൊത്തി നറുനറെ മുരഞ്ഞിട്ടങ്ങൂടച്ചൊരുക്കി, ഇതകതിന്നോ താനിന്നോ താനിക താനിന്നോ. കുഴച്ചുഴച്ചൊരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളങ്കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി. തനതിന്ന 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 താനാതിന്ന താനാതിന്ന തിന്തിന്നോ, തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ.